നമസ്കാരം. പാകിസ്ഥാൻ ഇങ്ങനെ വരെ കോമാളികളായി കോമഡി വേഷങ്ങൾ കെട്ടുക എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. വാർത്തയിലേക്ക് തന്നെ വരാം. പാകിസ്ഥാൻ ഇപ്പോൾ പറയുന്നത് ഇന്ത്യക്കെതിരെ T20 ലോകകപ്പ് കളിക്കാൻ ഞങ്ങളില്ല എന്നുള്ളതാണ്. ആ മത്സരം ഞങ്ങൾ ബോയ്ക്കോട്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. 15-ാം തീയതിയാണ് ആ ഫിക്സ്ചർ വെച്ചേക്കുന്നത്. ഒരുപക്ഷെ 2010 ശേഷമുള്ള എല്ലാ മത്സരങ്ങളിലും എല്ലാ സീരീസിനും ഈ ഇന്ത്യ പാകിസ്ഥാൻ ഡെർബി അവർ വെക്കും. കാരണം ഈ T20 ലോകകപ്പിലെ തന്നെ ഏറ്റവും വലിയ ഹൈലൈറ്റിംഗ് മത്സരം എന്ന് പറയുന്നത് ഇന്ത്യ പാകിസ്ഥാൻ മത്സരമാണ്. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നിങ്ങൾ എത്ര തലമുറ മാറിയാൽ പോലും വാസിം അക്രം, വക്കാർ യൂനിസ്, സച്ചിൻ ടെണ്ടുൽക്കർ എന്ന തലമുറയിൽ നിന്ന് ഇപ്പോൾ എത്തി നിൽക്കുന്ന ഷഹീൻ ഷാ അഫ്രീദി ടു വിരാട് കോഹ്ലി എന്ന് പറയുന്ന തലമുറയിൽ വരെ എത്തി നിൽക്കുന്ന ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞാൽ പോലും മാറാത്ത ഒരു ക്ലാഷ്, ഗംഭീരമായ ക്ലാഷ് ഉണ്ടെങ്കിൽ അത് ഇന്ത്യ പാകിസ്ഥാൻ ക്ലാഷാണ്. ആ ഇന്ത്യ പാകിസ്ഥാൻ ക്ലാഷ് വേണ്ടെന്ന് വെക്കുകയാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം എന്ന് പറയുന്നത്. ഇതിനെല്ലാത്തിനും കാരണം ബംഗ്ലാദേശിനെ ഈ ടൂർണമെൻറ്റിൽ നിന്നും മാറ്റിയത് കൊണ്ട് പാകിസ്ഥാൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ആദ്യം എത്തിയിരുന്നു. ആദ്യം പാകിസ്ഥാൻ പറഞ്ഞു ഞങ്ങൾ ഈ ടൂർണമെൻറ്റ് തന്നെ കളിക്കുന്നില്ല, ഞങ്ങൾ ബഹിഷ്കരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ പാകിസ്ഥാൻ പറയുന്നത് ഞങ്ങൾ കൊളംബോയിൽ പോയി അല്ലെങ്കിൽ ശ്രീലങ്കയിൽ പോലും ഞങ്ങൾ ബാക്കിയുള്ള മത്സരങ്ങളൊക്കെ കളിക്കും, പക്ഷേ ഇന്ത്യൻ ടീമിനെതിരെ കളിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ് പാക് ഗവൺമെൻറ്റിൻ്റെ തീരുമാനം. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഹൗ, വൈ, വാട്ട്, വെൻ ആൻഡ് വെയർ, ഈ 5 ചോദ്യങ്ങൾക്കും നമുക്ക് മറുപടി നോക്കാം. ആദ്യം തന്നെ പാകിസ്ഥാൻ കളിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഒന്നാമത്തെ കാര്യം, ICC മാങ്ങ പറിക്കാൻ പോകുന്ന ഒരു ഓർഗനൈസേഷൻ അല്ല. കൃത്യമായ നിലപാടെടുക്കുകയും കൃത്യമായ നടപടിയെടുക്കുന്ന ഒരു ഓർഗനൈസേഷനാണ്. എന്തായാലും ഫിക്സ്ചർ അതുപോലെ തന്നെ ഇരിക്കും. പാകിസ്ഥാൻ ബോയ്ക്കോട്ട് ചെയ്തു എന്ന് പറഞ്ഞതുകൊണ്ട് ICC ഈ ടൂർണമെൻറ്റിൻ്റെ ഫിക്സ്ചർ ഒരാണികിട മാറ്റാൻ പോകുന്നില്ല. 15-ാം തീയതി ഇന്ത്യ പാകിസ്ഥാൻ ഫിക്സ്ചർ അതുപോലെ തന്നെ നടക്കും. ആൻഡ് ഇനി എങ്ങനെ ഈ മത്സരം പാകിസ്ഥാൻ ബോയ്ക്കോട്ട് ചെയ്യാം? ഇന്ത്യയും പാകിസ്ഥാനും നടക്കുന്ന 15-ാം തീയതിയിലെ മത്സരത്തിൽ ടോസ് സമയത്ത് ക്യാപ്റ്റനായ സൽമാൻ അഗ എത്തിയില്ലെങ്കിൽ പാകിസ്ഥാൻ ഒഫീഷ്യലി ബോയ്ക്കോട്ട് ചെയ്തതായിട്ട് പ്രഖ്യാപിക്കും. ഇന്ത്യൻ ടീമിന് 2 പോയിന്റ് കിട്ടും. അവിടെ കൊണ്ട് കഥ കഴിയുമോ? ഇല്ല. പാകിസ്ഥാനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ ICCക്ക് ഏതറ്റം വരെയും പോവാം. മാച്ച് ഫീസ് കട്ട് ചെയ്യാം, ടൂർണമെൻറ്റിൽ നിന്നും ഇല്ലാതാക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം, ഭീകരമായ കോമ്പൻസേഷൻ ഈടാക്കാം. അങ്ങനെ പല കാര്യത്തിലേക്കും ICCയുടെ നിലപാട് പോകാനുള്ള സാധ്യത ഈ മത്സരത്തിൽ നിന്നും ബോയ്ക്കോട്ട് ചെയ്യുന്നതിലൂടെ പാകിസ്ഥാനിന്മേൽ ICCക്ക് ചുമത്താം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ അപ്ഡേറ്റ്. എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഈ ബോയ്ക്കോട്ട് ചെയ്യണമെങ്കിൽ ഗ്രൗണ്ടിലെത്തരുത്. അതായത് ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിൽ ഗ്രൗണ്ടിൽ പാകിസ്ഥാൻ ടീം എത്തരുത്. എന്നാൽ മാത്രമേ ഇത് ബോയ്ക്കോട്ടിംഗ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഇപ്പോൾ ബോയ്ക്കോട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഫിക്സ്ചേഴ്സൊക്കെ ഓൾറെഡി സെറ്റാണ്, എല്ലാം കഴിഞ്ഞ കാര്യങ്ങളാണ്. ഇനി അടുത്ത ചോദ്യം, ഫൈനൽസിൽ എങ്ങനെയായിരിക്കും നോക്കാം. അതായത് ഗ്രൂപ്പ് സ്റ്റേജിൽ നിലവിൽ പാകിസ്ഥാൻ്റെ തീരുമാനം എന്ന് പറയുന്നത് ഇന്ത്യക്കെതിരെ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരം കളിക്കില്ല എന്നുള്ളതാണ്. ഇനി ഫൈനലിൽ അഥവാ ഇന്ത്യയാണ് വരുന്നതെങ്കിൽ പാകിസ്ഥാനും ഫൈനലിൽ എത്തിയിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? പാകിസ്ഥാൻ നിലവിൽ പറയുന്നത് അങ്ങനെ ഫൈനലിനെ കുറിച്ചുള്ള ചിന്തകളൊന്നുമില്ല. ഫൈനൽ ഇനി അഥവാ വന്നാൽ കളിക്കുമായിരിക്കും. കാരണം അങ്ങനെ ഒരു നിലപാട് പാകിസ്ഥാൻ ഇതുവരെ എടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഫൈനൽ കളിക്കുകയാണെങ്കിൽ ഫൈനൽ കളിക്കാൻ പാകിസ്ഥാൻ റെഡി ചെയ്യും, പക്ഷേ ഗ്രൂപ്പ് സ്റ്റേജ് കളിക്കാൻ തയ്യാറായിരിക്കില്ല. അവിടെയും ICC വടിയെടുക്കും. കാരണം നിങ്ങൾക്ക് തോന്നുമ്പോൾ കളിക്കാനും തോന്നുമ്പോൾ ഇറങ്ങിപ്പോകാനും ഇത് കണ്ടം കളിയല്ല, ഇത് T20 ലോകകപ്പാണെന്ന് ICC തിരിച്ച് പാകിസ്ഥാനോട് പറയും. അത് വേറൊരു പോയിന്റ്. ഇനി പാകിസ്ഥാൻ എന്തൊക്കെ കോൺസിക്വൻസസ് ഫേസ് ചെയ്യേണ്ടി വരും നോക്കാം. പറഞ്ഞതുപോലെ തന്നെ ഒന്നാമത് ICCയിൽ നിന്നും നല്ല പണി കിട്ടാൻ സാധ്യതയുണ്ട്. ഈ തുകകാര്യവുമായി ബന്ധപ്പെട്ട് പണി കിട്ടാൻ സാധ്യതയുണ്ട്. എല്ലാം പണി കിട്ടും. കാരണം ഒരുപക്ഷെ മാറി നിൽക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഈ ടീം തന്നെ മാറി നിൽക്കുകയാണെങ്കിൽ ICC വെൽക്കം ചെയ്യും. കുഴപ്പമില്ല, ഞങ്ങൾ വേറൊരു ടീമിനെ അതൊക്കെ കളിക്കാമെന്ന് ICC പറയും. ഇപ്പോൾ തന്നെ ഗ്രൂപ്പ് സ്റ്റേജ് വാർമപ്പ് മാച്ചസ് ഒക്കെ തുടങ്ങി നിൽക്കുന്നൊരു ഘട്ടവും കൂടി എത്തി നിൽക്കുന്നത് കൊണ്ട് തന്നെ പാകിസ്ഥാൻ ഇനി മാറി നിൽക്കില്ല എന്നത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ബട്ട് പാകിസ്ഥാൻ ആകെ കൂടെ ഒരു കോമാളികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പല സൂപ്പർ താരങ്ങൾ പോലും പാകിസ്ഥാനെ കളിയാക്കിക്കൊണ്ടാണ് എത്തുന്നത്. ഇപ്പോൾ കെവിൻ പീറ്റേഴ്സൺ ഉൾപ്പെടെയുള്ളവർ ട്വീറ്റ് ചെയ്തെത്തുന്നു, രവിചന്ദ്രൻ അശ്വിൻ ട്വീറ്റ് ചെയ്തെത്തുന്നു, അങ്ങനെ പലരും ഇപ്പോൾ ട്വീറ്റ് ചെയ്ത് രംഗത്തെത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം കൂടി നിലവിൽ പോകുന്നുണ്ട്. ഉറപ്പായിട്ടും അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയിട്ട് ICCയുടേതായ നിലപാട് സ്വീകരിക്കും. PCB ആയിട്ട് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡുമായിട്ട് സംസാരിക്കും. ഇതിലെങ്ങനെയാണ് ഒരു രമ്യമായ ഒരു പരിഹാരം വേണ്ടതെന്ന് ചോദിക്കും. എന്താണ് നിങ്ങൾക്ക് മുന്നിലേക്ക് വയ്ക്കാനുള്ള വാദങ്ങൾ എന്നത് ആരായും ഇതെല്ലാം സംസാരിക്കും. പക്ഷേ എന്നാൽ പോലും പാകിസ്ഥാൻ ഒരു തരത്തിലും മാറുന്നില്ല എങ്കിൽ പാകിസ്ഥാൻ അതിൻ്റേതായ കോൺസിക്വൻസസ് ഫേസ് ചെയ്യേണ്ടി വരും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഉദാഹരണത്തിന് ഇപ്പോൾ ടീമുമായി ബന്ധപ്പെട്ട് ICCക്ക് ഒരു നിലപാടെടുക്കാം. വേണമെങ്കിൽ അവർ ബാൻ ചെയ്യാം, അല്ലെങ്കിൽ അടുത്ത ടൂർണമെൻറ്റിൽ പങ്കെടുപ്പിക്കാതിരിക്കാം.
പല കാര്യങ്ങളിലേക്കും പോകാം. കാരണം ഇതൊരു അസാധാരണമായ സിറ്റുവേഷനാണ്. സാധാരണയായി നടക്കാത്തത് കൊണ്ട് തന്നെ ICC എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് വളരെയധികം ചോദ്യമാണ്. ഇതെല്ലാം തുടക്കം കുറിക്കുന്നത് എവിടെയാണ്? ബംഗ്ലാദേശിൻ്റെ താരമായ മുസ്തഫിസുർ റഹ്മാനെ ഇന്ത്യൻ ടീമിൽ, അതായത് IPL നിന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് എടുത്തതിന് ശേഷം ഒരു ഭയങ്കരമായ ശക്തമായ വിവാദങ്ങൾ ഉയർന്നു. അതിനുശേഷം ICC തീരുമാനമെടുക്കുന്നു ബംഗ്ലാദേശ് താരങ്ങൾ IPL കളിക്കേണ്ട എന്നുള്ളത്. അപ്പോൾ പാകിസ്ഥാനൊപ്പം തന്നെ ബംഗ്ലാദേശ് താരങ്ങളും IPL നിന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ നിന്നുകൊണ്ടാണ് ബംഗ്ലാദേശിൻ്റെ ബോർഡ് വളരെ ശക്തമായ ഭാഷയിൽ തന്നെ പറയുകയും ചെയ്തത്, ഞങ്ങളുടെ അഭിമാനമാണ് വലുത്, ഞങ്ങൾ ഇത്തവണ ടൂർണമെൻറ്റ് കളിക്കില്ല, T20 ലോകകപ്പ് കളിക്കില്ല എന്നൊരു തീരുമാനം എടുക്കുകയും ചെയ്തു. അതായത് T20 ലോകകപ്പിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറിയത്. അവിടെ നിന്നുകൊണ്ടാണ് ബംഗ്ലാദേശിനോട് സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് പാകിസ്ഥാൻ പറയുന്നത്, ഞങ്ങളാണെങ്കിൽ ഞങ്ങൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ പോവുകയാണ് ബംഗ്ലാദേശിന് വേണ്ടി, ഞങ്ങൾ ടൂർണമെൻറ്റ് കളിക്കുന്നില്ല. അതായിരുന്നു പാകിസ്ഥാൻ ആദ്യം പറഞ്ഞത്. പിന്നീട് ആ നിലപാട് മാറ്റി അവർ ആദ്യം ടീമൊക്കെ പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ഈ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണമെന്നത് കൂടി ഓർക്കണം. പക്ഷേ ആ ഐക്യദാർഢ്യമൊക്കെ വെള്ളത്തിൽ വരച്ച വരെ പോലെയായി ടൂർണമെൻറ്റ് കളിക്കാമെന്ന് പറഞ്ഞു. അതിനുശേഷമാണ് ഇപ്പോൾ ഇന്ത്യക്കെതിരെ കളിക്കുന്നില്ല എന്നൊരു നിലപാട് കൂടി എടുത്തിരിക്കുന്നത്. സോ എനിവേസ് ICCയും PCBയും തമ്മിലുള്ള ചർച്ചകൾ സ്വാഭാവികമായിട്ട് നടക്കും. ഇതിനിടയിൽ രമ്യമായ ഒരു പരിഹാരത്തിലേക്ക് എത്തണമല്ലോ. ഇതൊരു മെഗാ ടൂർണമെൻ്റ് ആണ്, ഒരു മെഗാ ഫിക്സ്ചറാണ്, മെഗാ മത്സരമാണ്. ഈ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിന് വേണ്ടിയിട്ടുള്ള ടിക്കറ്റുകളൊക്കെ ചൂടപ്പം പോലെ വിറ്റ് കഴിഞ്ഞിരിക്കുന്നു. ഇതെല്ലാം ചോദ്യം ചെയ്യപ്പെടും, ഇതെല്ലാം ചർച്ച ചെയ്യപ്പെടും, സ്വാഭാവികമാണ്. കാരണം ഏറ്റവും വലിയൊരു എൻകൗണ്ടറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിന് തന്നെയാണ് T20 ലോകകപ്പ് ഏറ്റവും കൂടുതൽ കളവൊരുക്കുന്നത് തന്നെ. അപ്പോൾ ആ മത്സരം വേണ്ടെന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് ഭീകരമായ നഷ്ടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും. ഇപ്പോൾ തന്നെ ബംഗ്ലാദേശിന് ഏകദേശം ഒരു 500 കോടിയോളം നഷ്ടം ഈ ടൂർണമെൻറ്റിൽ നിന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് കൊടുക്കേണ്ടിയിരിക്കുന്നു. ബംഗ്ലാദേശിനെ പോലൊരു ബോർഡിന് 500 crores ഇസ് എ വെരി ഹ്യൂജ് എമൗണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടി കടന്നു പോകുന്നത് കൊണ്ട് തന്നെ പാകിസ്ഥാൻ അത്രയും വലിയൊരു സിറ്റുവേഷനിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നില്ലാത്തത് കൊണ്ടും പാകിസ്ഥാൻ സ്വാഭാവികമായിട്ടും 15-ാം തീയതി കളിക്കാൻ ഇറങ്ങുമെന്നുള്ളതാണ് അനലിസ്റ്റുകളുടെ ഒരു നിരീക്ഷണം എന്ന് പറയുന്നത്. പക്ഷേ അതുവരെ പേടിപ്പിച്ച് നിർത്തുക എന്നതായിരിക്കാം പാകിസ്ഥാൻ്റെ ശ്രമങ്ങൾ. കാരണം അവരുടെയും ചൊൽപ്പടിക്ക് ICC വരണമെന്നുള്ള ആഗ്രഹം അവർക്കുണ്ടായിരിക്കാം. അതിലേക്ക് തന്നെയായിരിക്കാം കാര്യങ്ങൾ നീളുമെന്നാണ് വിശ്വസിക്കുകയും ചെയ്തത്. അതിനിടയിൽ തന്നെ ചർച്ചകൾ രമ്യമായി പരിഹരിക്കപ്പെടുമെന്നതാണ് വിശ്വാസം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.